ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടൂൾസ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 അല്ലെങ്കിൽ ടൂൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ടൂൾസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയലൊക്കെ പഠിച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ഫയലുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്ലാസ് നോക്കിയാൽ ഹാക്സോ ബ്ലേഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യമേ കാണുന്നത്. ഹാക്സോ ബ്ലേഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഹൈ കാർബൺ സ്റ്റീലും ഉണ്ട്, ഹൈ സ്പീഡ് സ്റ്റീലും ഉണ്ട്, അലോയ് സ്റ്റീലും ഉണ്ട്, കാസ്റ്റ് അയണും ഉണ്ട്. അതായത് ഒരിക്കലും കാസ്റ്റ് അയൺ കൊണ്ട് എന്തുണ്ടാക്കില്ല, നമ്മളെ ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കില്ല. കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിക്കില്ല, ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കില്ല. ലോ അലോയ് സ്റ്റീൽ കൊണ്ടോ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ വേണമെങ്കിൽ എന്ത് നിർമ്മിക്കാം, നമ്മുടെ ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കാം. പക്ഷെ ഇതിന്റെ കൃത്യമായ ഉത്തരം PSC പറയുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ ആണ്. നമ്മൾ ഹാക്സോ ബ്ലേഡ് പഠിച്ച സമയത്ത് തന്നെ ദ ബ്ലേഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എയ്തർ ലോ അലോയ് സ്റ്റീൽ ഓർ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞായിരുന്നു. ഹൈ കാർബൺ സ്റ്റീൽ അങ്ങനെ എന്തിനു ഉപയോഗിക്കാറില്ല, ഹാക്സോ ബ്ലേഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറില്ല. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട് വരുന്ന ഹാക്സോ ബ്ലേഡുകളും ഉണ്ട്. കാര്യം മാർക്കറ്റിൽ വളരെ റേറ്റ് കുറഞ്ഞ ഹാക്സോ ബ്ലേഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിട്ടുണ്ട്. ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഹാക്സോ ബ്ലേഡുകളൊക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്, കുറച്ച് റേറ്റ് കൂടുതലാണ്. മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ എന്താ പറയാ സെല്ലിംഗ് കോസ്റ്റും കുറച്ച് ഹൈ സ്പീഡ് സ്റ്റീൽ ഹാക്സോ ബ്ലേഡുകൾക്ക് കൂടുതലാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്സോ ബ്ലേഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്സോ ബ്ലേഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എയ്തർ ലോ അലോയ് സ്റ്റീൽ അല്ലെങ്കിലോ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ഹാക്സോ ബ്ലേഡിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് ഒരുപക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്സോ ബ്ലേഡിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് 250 mm അല്ലെങ്കിൽ 300 mm ഒക്കെയാണ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ഹാക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ. ഒന്നുകിൽ 25 സെന്റിമീറ്റർ നീളമുള്ള ഹാക്സോ ബ്ലേഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ നീളമുള്ള ഹാക്സോ ബ്ലേഡുകൾ അവൈലബിൾ ആണ്. MM ലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസ് എപ്പോഴും MM ലാണ് പറയാറുള്ളത്. 250 mm അല്ലെങ്കിൽ 300 mm ഒക്കെയാണ് ഹാക്സോ ബ്ലേഡിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് വരുന്നത്. ഹാക്സോ ബ്ലേഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത രണ്ട് ടീത്തുകൾ തമ്മിലുള്ള ഈ ഒരു അകലത്തെയാണ് നമ്മൾ പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്സോ ബ്ലേഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് ടീത്തുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് ഓഫ് ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കാര്യം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. എന്താ, ലോ അലോയ് സ്റ്റീൽ കൊണ്ടോ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ എന്ത് നിർമ്മിക്കാറുണ്ട്, ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കാറുണ്ട്. നേരത്തെ കണ്ട ക്വസ്റ്റ്യനില് ലോ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നില്ല, വെറും അലോയ് സ്റ്റീൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൃത്യമായിട്ട് അവിടെ ഹൈ സ്പീഡ് സ്റ്റീൽ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഹൈ സ്പീഡ് സ്റ്റീൽ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഹാക്സോ ബ്ലേഡിന്റെ പിച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താ, അടുത്തടുത്ത രണ്ട് ടീത്തുകൾ തമ്മിലുള്ള അകലമാണ് പിച്ച്. സ്റ്റാൻഡേർഡ് ലെങ്ത് 250 mm അല്ലെങ്കിൽ 300 mm വലിപ്പമുള്ള ഹാക്സോ ബ്ലേഡുകൾ അവൈലബിൾ ആണ് എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. പിന്നെ ഹൈ സ്പീഡ് സ്റ്റീൽ അല്ലെങ്കിൽ ലോ അലോയ് സ്റ്റീൽ കൊണ്ടാണ് ഹാക്സോ ബ്ലേഡ് നിർമ്മിക്കുന്നത്. എന്നാൽ ഈ പിച്ച് അനുസരിച്ച് കോഴ്സ് പിച്ച് ഹാക്സോ ബ്ലേഡുകൾ പിച്ച് 1.8 mm ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ടീത്തുകൾ തമ്മിലുള്ള അകലം 1.8 mm ആണ് എന്നുണ്ടെങ്കിൽ, ടീത്തുകൾ തമ്മിലുള്ള അകലം 1.8 mm ആണ് എന്നുണ്ടെങ്കിൽ അത്തരം ഹാക്സോ ബ്ലേഡുകളെ കോഴ്സ് പിച്ച് ഹാക്സോ ബ്ലേഡ് എന്നാണ് പറയുക. 1.4 mm അല്ലെങ്കിൽ 1 mm ഒക്കെയാണ് നമ്മളുടെ ഈ പിച്ച്, അതായത് ടീത്തുകൾ തമ്മിലുള്ള അകലം 1.4 mm അല്ലെങ്കിൽ 1 mm ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ മീഡിയം പിച്ച് ഹാക്സോ ബ്ലേഡുകൾ എന്നാണ് പറയുക. എന്നാൽ ഫൈൻ പിച്ച് ഹാക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടീത്തുകൾ തമ്മിലുള്ള അകലം 0.8 mm ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, ഹാക്സോ ബ്ലേഡ് ഫൈൻ പിച്ച് ഹാക്സോ ബ്ലേഡ് എന്നാണ് പറയുക. അപ്പൊ കോഴ്സ് പിച്ച് ആണ് എന്നുണ്ടെങ്കിൽ ഹാക്സോ ബ്ലേഡിന്റെ ടീത്തുകൾ തമ്മിലുള്ള അകലം 1.8, മീഡിയം പിച്ച് ബ്ലേഡുകൾ ആണെങ്കിൽ 1.4 അല്ലെങ്കിൽ 1 mm ആണ് ടീത്തുകൾ തമ്മിലുള്ള അകലം. ഫൈൻ പിച്ച് ബ്ലേഡ് ആണെങ്കിലോ അത് 0.8 mm ആണ് ടീത്തുകൾ തമ്മിലുള്ള അകലം വരുന്നത്. ഹാക്സോ ബ്ലേഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹാക്സോ ഫ്രെയിം ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തു തന്നെയാണ്. സോളിഡ് ഫ്രെയിമും ഉണ്ട്, അഡ്ജസ്റ്റബിൾ ഫ്രെയിമും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ചോദിക്കുകയാണെങ്കിൽ തന്നെ സോളിഡ് ഫ്രെയിമുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിക്കുക. ഓൺലി എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഒന്നുകിൽ 25 mm വലിപ്പം, 25 സെന്റിമീറ്റർ, 250 mm അല്ലെങ്കിൽ 25 സെന്റിമീറ്റർ വലിപ്പമുള്ള ബ്ലേഡ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ 300 mm അഥവാ 30 സെന്റിമീറ്റർ വലിപ്പമുള്ള ബ്ലേഡ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരൊറ്റ സ്റ്റാൻഡേർഡ് ലെങ്ത് ബ്ലേഡ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഓൺലി എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. അതായത് ഒറ്റ സ്റ്റാൻഡേർഡ് ലെങ്ത് ഉള്ള ബ്ലേഡ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ സോളിഡ് ഫ്രെയിം എന്നാണ് പറയുക. അത്തരത്തിലുള്ള ഫ്രെയിമിന് എന്താണ് പറയുക, സോളിഡ് ഫ്രെയിം എന്നാണ് പറയുക. വ്യത്യസ്ത വലിപ്പമുള്ള ബ്ലേഡുകൾ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്രെയിമിനെ പറയുക അഡ്ജസ്റ്റബിൾ ഫ്രെയിം എന്നാണ്. ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു ദിസ് ഫ്രെയിം. അതായത് അഡ്ജസ്റ്റബിൾ ഫ്രെയിമില് വ്യത്യസ്ത നീളമുള്ള എന്തും പിടിപ്പിക്കാം, ഹാക്സോ ബ്ലേഡുകളും പിടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ സോളിഡ് ഫ്രെയിമില് എന്താണ്, ഒരൊറ്റ സ്റ്റാൻഡേർഡ് ലെങ്ത് ഉള്ള ബ്ലേഡുകൾ മാത്രമേ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്കും ഒരുപക്ഷെ അങ്ങനെയാണ് ചോദിക്കുക. ഓൺലി എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ബ്ലേഡ് ക്യാൻ ബി ഫിറ്റഡ് ടു
വിച്ച് ഫ്രെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് ഫ്രെയിമിലാണ്. ഓൺലി എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്, ഒറ്റ സ്റ്റാൻഡേർഡ് ലെങ്ത് ബ്ലേഡ് മാത്രം പിടിക്കാൻ പറ്റുന്ന ഫ്രെയിം സോളിഡ് ഫ്രെയിം ആണ്. വ്യത്യസ്ത നീളമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത വലുപ്പമുള്ള ബ്ലേഡുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ ഫ്രെയിമുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ, ടാപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചിത്രത്തിൽ കൃത്യമാണ് എന്താണ് ഉപയോഗം എന്നാണ് ചോദിക്കുന്നത്. ടാപ്സ് ആർ യൂസ്ഡ് ടു, ടാപ്പും ഡൈയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ടാപ്സ് ആർ യൂസ്ഡ് ടു എൻലാർജ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഹോൾ ആണോ, ഫിനിഷ് ഡ്രിൽഡ് ഹോൾ ആണോ, കട്ട് ഇന്റേണൽ ത്രെഡ് ആണോ, കട്ട് എക്സ്റ്റേണൽ ത്രെഡ് ആണോ? ടാപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഇന്റേണൽ ത്രെഡ് അല്ലെ. ടാപ്പ് ഇസ് എ ടൂൾ യൂസ്ഡ് ടു കട്ട് ഇന്റേണൽ ത്രെഡ്. എക്സ്റ്റേണൽ ത്രെഡ് ആണെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡൈ ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടാപ്പ് ആണ്. 3 തരത്തിലുള്ള ടാപ്പ് ഉണ്ട്. ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, അതേപോലെ ലാസ്റ്റത്തെ ടാപ്പിന് പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇതാണ് നമ്മൾ ടാപ്പ് എന്ന് പറയുന്ന ഭാഗം പഠിച്ചത്. ടാപ്പ് ഇസ് എ ടൂൾ യൂസ് ടു ഇന്റേണൽ ത്രെഡ്. ഇന്റേണൽ ത്രെഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക ഇതേപോലെ ഒരു വർക്ക് പീസിന്റെ ഉൾഭാഗത്ത് ഇന്റേണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാപ്പ്. ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ആണ് നിർമ്മിക്കുന്നത്. ടാപ്സ് ആർ യൂസ് ടു ഇന്റേണൽ ത്രെഡ്. ടാപ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്, ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് എന്ത് നിർമ്മിക്കുന്നത്, ടാപ്പുകൾ നിർമ്മിക്കുന്നത്. ദ സൈസ് ഓഫ് ടാപ്പ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ദർ ത്രെഡ് ആർ യൂഷ്വലി മാർക്ക്ഡ് ഓൺ ദ ഷാങ്ക്. നമ്മൾ ഒരു എന്താ പറയാ ഈ ത്രെഡ് ഉള്ള ഭാഗത്തിന് ഇങ്ങനെ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഭാഗത്തിന് ബോഡി എന്ന് പറയും. ഈ മുകൾ ഭാഗത്തിന് നമ്മൾ എന്താ പറയാ, ഷാങ്ക് എന്നാണ് പറയുക. മുകൾ ഭാഗത്തിന് നമ്മൾ എന്താണ് പറയാ, ഷാങ്ക് എന്നാണ് പറയാ. നമ്മുടെ എന്തിന്റെ ഷാങ്ക്, നമ്മുടെ ടാപ്പിന്റെ ഷാങ്ക് എന്നാണ് പറയാ. അപ്പൊ ഈ ടാപ്പിന്റെ ഷാങ്കിന്റെ മുകളിലാണ് എന്ത്, ടൈപ്പ് ഓഫ് ത്രെഡ്. ഏത് ത്രെഡാണ്, മെട്രിക് ത്രെഡ് ആണ്. ത്രെഡിന്റെ സൈസ് 10 ആണ്. അപ്പൊ ത്രെഡിന്റെ ടൈപ്പും ത്രെഡിന്റെ സൈസും എഴുതുന്നത് എവിടെയാണ്, ഷാങ്കിന്റെ മുകളിലാണ്. ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാപ്പ്. നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ആണ്. 3 തരത്തിലുള്ള ടാപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ്, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. 3 തരത്തിലുള്ള ടാപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ്, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. ഓക്കെ, അതിൽ ആദ്യത്തെ ടാപ്പ് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ് ആണ്. ടാപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ ത്രെഡ്. കൃത്യമാണ്. ഫസ്റ്റ് ടാപ്പ് എന്താ, ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മളുടെ ടാപ്പർ ടാപ്പ് ഉപയോഗിക്കുന്നത്. It is possible to form full thread by tapper tap in through hole which are not deep. അതായത് ത്രൂ ഹോൾ എന്ന് പറയും. ത്രൂ ഹോൾ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ വരെ കാണുന്ന ഹോളിനെയാണ് എന്ത് പറയാ, ത്രൂ ഹോൾ എന്ന് പറയാം. കണ്ടോ, ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ തുളച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ എന്ത് ഉണ്ടാവും, ഹോൾ ഉണ്ടാവും. മെറ്റലിന്റെ എന്റെ ലെങ്ത്തിലും എന്തുണ്ടാവും അല്ലെങ്കിൽ എന്റെ തിക്നെസ്സിലും ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ത്രൂ ഹോൾ എന്നാണ് പറയാ. ഫസ്റ്റ് ടാപ്പ് ഉപയോഗിച്ച് ത്രൂ ഹോൾസിൽ എന്ത് കട്ട് ചെയ്യാം, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാം എന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുക, വിച്ച് ടാപ്സ് ആർ യൂസ്ഡ് ടു കട്ട്, വിച്ച് ടാപ്സ് ആർ യൂസ്ഡ് ടു സ്റ്റാർട്ട് ഇന്റേണൽ ത്രെഡിങ്. ഇന്റേണൽ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാപ്പാണ് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ്. ഫസ്റ്റ് ടാപ്പ് ഇസ് ആൾസോ കോൾഡ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടാപ്പ് ഇസ് ആൾസോ കോൾഡ് എന്താണ്, ടാപ്പർ ടാപ്പ്. ടാപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മളുടെ വർക്ക് പീസില് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ത്രെഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ത്രെഡ് ചെയ്യാനാണ് ടാപ്പ് ഉപയോഗിക്കുന്നത്. അതിലെ ടാപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ് ഉപയോഗിക്കുന്നത് ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പുകൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ടാപ്പ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത ടാപ്പ് സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ് ആണ്. സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ത്രെഡ് കട്ട് ചെയ്യുന്ന ത്രെഡിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ് ഉപയോഗിക്കുന്നത് നമ്മളുടെ കട്ട് ചെയ്യുന്ന ത്രെഡിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ഇനി മൂന്നാമത്തെ ടാപ്പാണ് പഠിക്കാനുള്ളത്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. ദ ബോട്ടമിംഗ് tap or plug tap is used to finish the thread of a blind hole to the correct depth. Correct depthila നമ്മളെ ത്രെഡ്, ഇന്റേണൽ ത്രെഡ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ഉപയോഗിക്കുന്നത്. പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പിന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, എന്താ, ഫിനിഷർ ടാപ്പ് എന്നും പറയാറുണ്ട്. എന്ത് ടാപ്പാണ്, ഫിനിഷർ ടാപ്പ് എന്നും നമ്മൾ എന്തിനാ പറയാറുണ്ട്, പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പിനെ പറയാറുണ്ട്. അപ്പൊ പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ഇസ് ആൾസോ കോൾഡ് ഫിനിഷർ ടാപ്പ്. എന്തിനു വേണ്ടിയിട്ടാ, ത്രെഡിങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ്. കൂടുതൽ ഡെപ്തിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ എന്താ പറയാ ത്രെഡ് കട്ട് ചെയ്യുന്ന ഡെപ്ത് കൂടുതലാക്കാൻ വേണ്ടി സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പ്. ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാപ്പർ ടാപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാപ്പ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ടാപ്പിനെ കുറിച്ച് കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്ലംബിങ്ങിന്റെ വർക്കില് നമ്മുടെ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനുള്ള വർക്കുകളൊക്കെ വരും. നമ്മൾ ഈ പൈപ്പിന്റെ ഉൾഭാഗത്തൊക്കെ ത്രെഡ് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ഒരുപാട് ആവശ്യം വരുന്ന സാധനമാണ്. അതായത് പ്ലംബിംഗ് വർക്കുമായി റിലേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കലി ഒരുപാട് ആവശ്യം വരുന്ന വസ്തുവാണ് എന്താ, അല്ലെങ്കിൽ ഒരു ടൂളാണ് ടാപ്പ് എന്ന് പറയുന്നത്. ടാപ്പ് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു.
ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടോ ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നു. പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് ഉണ്ട്, ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പ് ഉണ്ട്, സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പും ഉണ്ട്. ഇതാണ് ആ ടാപ്പിന്റെ ഒരു ചിത്രം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാകുന്ന ഒരു ഓർമ്മ എങ്കിലും ഒന്നുകൂടി പറയാം. എന്താ ഇതിന്റെ ഈ ഫസ്റ്റ് ടാപ്പ് നോക്കിയ ഫസ്റ്റ് ടാപ്പില് ഇത്രയും നീളം, ഈ ഞാനിതപ്പോ ഈ മാർക്കിയിരിക്കുന്ന ഇത്രയും നീളത്തിൽ എന്തില്ല, ത്രെഡ് ഇല്ലാത്ത ഭാഗമാണ്. ഇത് ത്രെഡ് ഇല്ലാത്ത ഭാഗമാണ്. ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പിന് ഇത്രയും ഭാഗത്ത് ത്രെഡ് ഇല്ലാത്ത ഭാഗമാണ്. എന്നാൽ സെക്കൻഡ് ടാപ്പിന് കുറച്ച് ഭാഗത്തെ ത്രെഡ് ഇല്ലാത്ത ഭാഗമുള്ളൂ. എന്നാൽ നമ്മുടെ പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പിന് എന്താണ്, വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ എന്തില്ലാത്തുള്ളൂ, ത്രെഡ് ഇല്ലാത്തതുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി ഇതിങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടില്ല, ഈ ഒരു ഷാങ്കിന്റെ മുകളില് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിച്ചു കൊടുത്ത പോലെയല്ലേ ഈ ഒരു ത്രെഡ് ഉള്ള, ഇതേപോലെ ചെരിച്ചു കൊടുത്തിരിക്കുന്ന പോലെ ഈ താഴ്ഭാഗങ്ങളിലെ, അതിനെയാണ് ചാംഫറിംഗ് എന്ന് പറയാം. ഇതിനെയാണെന്ന് പറയാ, ചാംഫറിംഗ് എന്ന് പറയാം. അതായത് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പിന് സാധാരണഗതിയിൽ 4 ഡിഗ്രി ആണ് ഈ ചാംഫറിംഗ് ആംഗിൾ കൊടുക്കാറുള്ളത്. ഈ ചാംഫറിംഗ് ആംഗിൾ എത്രയാണ് കൊടുക്കാറുള്ളത്, 4 ഡിഗ്രി ആണ് കൊടുക്കാറുള്ളത്. സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പിന് ചാംഫറിംഗ് പറയുന്നത് 10 ഡിഗ്രിയാണ് ചാംഫറിംഗ് ആംഗിൾ കൊടുക്കാറുള്ളത്. സെക്കൻഡ് ടാപ്പിന് 10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, അതായത് അവസാനം ഉപയോഗിക്കുന്ന പ്ലഗ് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടം ടാപ്പിന് 20 ഡിഗ്രിയാണ് ഈ ചാംഫർ കൊടുക്കാറുള്ളത്. ഈ ചാംഫർ 20 ഡിഗ്രിയാണ് കൊടുക്കാറുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏത് ടാപ്പിനാണ് 10 ഡിഗ്രി ചാംഫറിംഗ് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഏത് നമ്മളുടെ ടാപ്പിനാണ് 10 ഡിഗ്രി എന്ത് കൊടുത്തിട്ടുള്ളത്, ചാംഫറിംഗ് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സെക്കൻഡ് ടാപ്പ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ടാപ്പിന് ചാംഫറിംഗ് 10 ഡിഗ്രിയാണ്. 4 ഡിഗ്രി ചാംഫറിംഗ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടാപ്പ് അല്ലെങ്കിൽ ടാപ്പർ ടാപ്പിനാണ്. 20 ഡിഗ്രി ചാംഫറിംഗ് കൊടുത്തിട്ടുള്ളത് ഫിനിഷർ ടാപ്പ് അല്ലെങ്കിൽ ബോട്ടമിംഗ് ടാപ്പ് അല്ലെങ്കിൽ പ്ലഗ് ടാപ്പിനാണ് 20 ഡിഗ്രി ചാംഫറിംഗ് കൊടുത്തിട്ടുള്ളത്. ടാപ്പ് പഠിച്ച കൂടെ തന്നെ നമ്മൾ ടാപ്പ് റഞ്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു. ടാപ്പ് റഞ്ച് എന്തിനു വേണ്ട, ഈ ടാപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാ താഴത്തോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലേ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടാപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് റഞ്ചുകൾ ഉപയോഗിക്കുന്നത്. 3 തരത്തിലുള്ള ടാപ്പ് റഞ്ചുകൾ ഉണ്ട്. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഉണ്ട്, ടി ഹാൻഡിൽ ടാപ്പ് റഞ്ച് ഉണ്ട്, സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മെക്കാനിക്കൽ പരീക്ഷ 2022 കഴിഞ്ഞ മെക്കാനിക്കൽ പരീക്ഷ, എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നമ്മുടെ ക്യാംകോ ഓപ്പറേറ്റർ ആണ്, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ അല്ല, ക്യാംകോ ഓപ്പറേറ്റർ ആണോ അതോ നമ്മുടെ കാർപ്പൻട്രി ട്രേഡ്സ്മാൻ കാർപ്പൻട്രി ആണോ എന്ന് അറിയില്ല. ഏതോ ഒരു പരീക്ഷയ്ക്ക് ടാപ്പ് റഞ്ചുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടാപ്പ് റഞ്ച് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്. ടി ഹാൻഡിൽ ടാപ്പ് റഞ്ചിനും സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച്. ഈ ടാപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ചുകൾ ഉപയോഗിക്കുന്നത്. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ചസ് ആർ ആൾസോ കോൾഡ് ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച്. എന്താ പറയാ, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഇസ് ആൾസോ കോൾഡ്. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ടാപ്പ് റഞ്ചുകൾ ഉപയോഗിക്കുന്നത്. ടാപ്പ് റഞ്ചുകൾ ഉപയോഗിക്കുന്നത് ടാപ്പിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ഉപയോഗിക്കുന്നത്, ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് എന്തിനാ ഉപയോഗിക്കുന്നത്, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നു. അതേപോലെ എന്താണ്, ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് എന്നും പറയും. പരീക്ഷയ്ക്ക് അതാണ് ചോദിക്കുക. ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് എന്നറിയപ്പെടുന്നത് ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്. അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ചിനെ ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് എന്ന് പറയുന്നു. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടാപ്പ് റഞ്ചും ഡബിൾ എൻഡഡ് അഡ്ജസ്റ്റബിൾ ടാപ്പ് റഞ്ച് ആണ്. ടി ഹാൻഡിൽ ടാപ്പ് റഞ്ചിന്റെ പ്രത്യേകത, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ടാപ്പ് റഞ്ചാണ് ടി ഹാൻഡിൽ ടാപ്പ് റഞ്ച്. ഈ ടി ഹാൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ടും അതേപോലെ മാക്സിമം ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നീക്കാൻ സാധിക്കും. These are small adjustable chuck with 2 jaws and a handle to turn the wrench. അതായത് ഇതേപോലെ ചക്ക് ഉണ്ടാവും. ഈ ചക്കിലാണ് നമ്മൾ എന്ത് ഘടിപ്പിക്കുക, നമ്മളെ ടാപ്പ് ഘടിപ്പിക്കുക. അതിനെ തിരിക്കാൻ വേണ്ടി ഇതേപോലുള്ളൊരു ടി ഹാൻഡിലും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ ചക്കില് നമ്മൾ എന്ത് ഘടിപ്പിക്കുന്നു, ടാപ്പ് ഘടിപ്പിക്കുന്നു. എന്നിട്ട് പിന്നീട് ഈ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. This tap wrench is useful to work in restricted places and is turned with one hand only. Restricted places, അതായത് വളരെ ഒരു എന്താ പറയാ, ഇടുങ്ങിയ സ്ഥലം എന്നല്ല പറയാ, കുറച്ച് എന്താ പറയാ തടസ്സമുണ്ട്, നമുക്ക് തിരിക്കാൻ അത്ര എളുപ്പത്തിൽ തിരിക്കാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ടാപ്പ് റഞ്ച് ടി ഹാൻഡിൽ ടൈപ്പ് ടാപ്പ് റഞ്ച് ആണ്. ഒറ്റ കൈ കൊണ്ട് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ. അതായത് സ്ഥലപരിമിതി മൂലം അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ മൂലം ഒറ്റ കൈ കൊണ്ട് മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടി ഹാൻഡിൽ ടൈപ്പ് ടാപ്പ് റഞ്ച് ആണ് ഉപയോഗിക്കുന്നത്. സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് ഉണ്ട് അല്ലെ. സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു സൈഡില് ഒരൊറ്റ പർട്ടിക്കുലർ ലെങ്ത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈസ് എന്ത് ടാപ്പ്, മറ്റൊരു സൈഡിൽ ഒരു പർട്ടിക്കുലർ സൈസ് ടാപ്പ്, ഈ സൈഡിൽ ഒരു പർട്ടിക്കുലർ സൈസ് ടാപ്പ്, ഈ സൈഡിലും ഒരു പർട്ടിക്കുലർ സൈസ് ടാപ്പ്. യാതൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും എന്തിൽ സാധിക്കില്ല, സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചിൽ സാധിക്കുകയില്ല. എന്താണ്, ദിസ് ടാപ്പ് റഞ്ചസ് ആർ നോട്ട് അഡ്ജസ്റ്റബിൾ. ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസങ്ങളൊന്നുമില്ല. ദേ ക്യാൻ ടേക്ക് ഓൺലി സർട്ടൈൻ ടൈപ്സ് ഓഫ് ടാപ്പ്. സർട്ടൈൻ ടൈപ്പ് ടാപ്പുകൾ മാത്രമേ ഇതിൽ എന്ത് ഘടിപ്പിക്കാൻ പറ്റുള്ളൂ, സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ചിൽ ഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എലിമിനേറ്റ് ദ യൂസ് ഓഫ് റോങ് ലെങ്ത് ഓഫ് ടാപ്പ് റഞ്ച് ആൻഡ് ദസ് പ്രിവെന്റ് ഡാമേജ് ടു ടാപ്പ്. അതായത് ഓരോ ടാപ്പുകൾക്കും ഒരു ടാപ്പ് റഞ്ചിന്റെ സൈസ് ഒക്കെ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഓവർ ആയിട്ടുള്ള സൈസിന് എന്താ പറയാ ചെറിയ ടാപ്പ് റഞ്ച് ഉപയോഗിക്കുകയും ചെറിയ ടാപ്പിന് വലിയ ടാപ്പ് റഞ്ച് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടാപ്പ് റഞ്ചും അതേപോലെ ടാപ്പുകളും ഒക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടെ ആകെ ഒറ്റ സൈസേ പിടിപ്പിക്കാറുള്ളൂ. പിന്നെ എന്താ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ഒരു കാര്യം അവിടെ വരുന്നേ ഇല്ല. അപ്പൊ എന്താ ഇതിന് അങ്ങനെയുള്ള ഡാമേജ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ, അപ്പൊ സോളിഡ് ടൈപ്പ് ടാപ്പ് റഞ്ച് പഠിക്കുക, ബാർ ടൈപ്പ് ടാപ്പ് റഞ്ച് പഠിക്കുക, ടി ഹാൻഡിൽ ടൈപ്പ് ടാപ്പ് റഞ്ചിനെ കുറിച്ചും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ടാപ്പ് റഞ്ച് പഠിക്കുമ്പോൾ ടാപ്പ് ഡ്രിൽ സൈസും കൂടെ പഠിച്ചു പോകണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൊണ്ടിട്ട് എന്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൊണ്ടിട്ട് എന്ത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ബിഫോർ എ ടാപ്പ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് ഇന്റേണൽ ത്രെഡ് എ ഹോൾ ഇസ് ടു ബി ഡ്രിൽഡ്. ഒരു ഹോൾ ഡ്രിൽ ചെയ്താൽ മാത്രമേ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇന്റേണൽ ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്യുന്ന ഹോളിന് വേണ്ട സൈസിനെയാണെന്ന് പറയുന്നത് ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറയുന്നത്. ടാപ്പ് ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു മേജർ ഡയമീറ്റർ മൈനസ് പിച്ച് ആണ്. പിച്ച് നമുക്കറിയാം എന്താ, ഹാക്സോ ബെഡിന്റെ പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്തടുത്ത രണ്ട് ടീത്തുകൾ തമ്മിലുള്ള അകലമാണ് പിച്ച് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ത്രെഡിന്റെ കേസിലും അത് തന്നെയാണ്, അടുത്തടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് എന്ത് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. ഒരു ത്രെഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റേണൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മേജർ ഡയമീറ്റർ ഉണ്ടാവും, ഒരു മൈനർ ഡയമീറ്റർ ഉണ്ടാവും. പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നതിനെ മേജർ ഡയമീറ്റർ, ഉള്ളിലോട്ട് ഇങ്ങനെ ചാന്നിരിക്കുന്ന ഡയമീറ്ററിനെ മൈനർ ഡയമീറ്റർ എന്നാണ് പറയാം. ടാപ്പ് ഡ്രിൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേജർ ഡയമീറ്റർ മൈനസ് പിച്ച് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കാറുള്ളത്. ടാപ്പ് ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു എന്താണ്, മേജർ ഡയ മൈനസ് പിച്ച്. M 10 × 1.5 ആണ് ത്രെഡ് എന്ന് കരുതുക. M 10 × 1.5 ത്രെഡ് ആണെന്ന് കരുതുക. M എന്ന് പറഞ്ഞാൽ മെട്രിക് ത്രെഡ്, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഡയമീറ്റർ, 1.5 എന്ന് പറഞ്ഞാൽ പിച്ച്. അപ്പൊ 10 - 1.5 വരും എന്ത്, ടാപ്പ് ഡ്രിൽ സൈസ്. അപ്പോ 8.5 mm ഉള്ള ഹോള് നമ്മൾ ചെയ്തിട്ട് ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ 10 mm മേജർ ഡയമീറ്ററുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ ടാപ്പ് ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു, പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ടാപ്പ് ഡ്രിൽ സൈസ് ഇസ് ഈക്വൽ ടു മേജർ ഡയ മൈനസ് പിച്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് ടാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ചേസിങ് ഓർ റീകണ്ടീഷനിങ് ഡാമേജ്ഡ് ത്രെഡ്. അതായത് ഒരു ബോൾട്ട് ആണ്, ബോൾട്ടിന്റെ മുകളിൽ ഒരു ത്രെഡ് ഉണ്ട് എന്ന് കരുതുക. ഞാൻ വരയ്ക്കാം. ബോൾട്ടിന്റെ മുകളിൽ ഒരു ത്രെഡ് ഉണ്ട് എന്ന് കരുതുക. ബോൾട്ടിന്റെ മുകളിലായി കാണുന്ന പോലെ ഒരു ത്രെഡ് ഉണ്ട് എന്ന് കരുതുക. ഓക്കെ ആണല്ലോ. ഇതിലൊരു ത്രെഡ് ഡാമേജ് ആയി, ഇവിടെ ഒരു ത്രെഡ് ഡാമേജ് ആയി എന്നുണ്ടെങ്കിൽ ആ ത്രെഡിനെ റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ടൂള് ഇങ്ങനെ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കയറ്റും, അതിനുശേഷം എന്താണ് ലൂസ് ആക്കുകയും ചെയ്യും. വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യും, ടൈറ്റ് ആക്കും. ഇതുവരെ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങും, ഇതുവരെ ടൈറ്റ് ആക്കി നിർത്തും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, ഒന്നുകൂടി അഴിച്ചെടുക്കും. അങ്ങനെ 2-3 വട്ടം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കട്ടായിട്ടുള്ള ത്രെഡ് റീകണ്ടീഷൻ ആവും. ഓക്കെ, കട്ടായിട്ടുള്ള ത്രെഡ് റീകണ്ടീഷൻ ആവും. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ചേസിങ് ഓർ റീകണ്ടീഷനിങ് ഡാമേജ് ത്രെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാമേജ് ത്രെഡിനെ റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിന് പറയുന്ന പേരാണ് ഡൈ നട്ട് എന്നുള്ള ടൂൾ. അപ്പൊ ഡൈ നട്ട്സ് ആർ യൂസ്ഡ് ടു, ഡൈ നട്ട് ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ ചേസിങ് ഓർ റീകണ്ടീഷനിങ് ഡാമേജ് ത്രെഡ്. ഡാമേജ് ആയിട്ടുള്ള ത്രെഡുകളെ ചേസിങ് അല്ലെങ്കിൽ റീകണ്ടീഷനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈ നട്ട് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ടൂള് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ ടാപ്പും ഡൈനട്ടും പഠിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡൈ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തു തന്നെയാണ്. ഡൈ എന്ന് പറയുന്നത് എന്താ, ടാപ്പ് ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ ഡൈ എന്ന് പറയുന്ന ടൂള് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഇരുമ്പ് റോഡിന്റെ മുകളിൽ കണ്ടോ, ഇതേപോലുള്ള റോഡിന്റെ മുകളിൽ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡൈ ഉപയോഗിക്കുന്നത്. ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ് ഓൺ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. ടാപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഇന്റേണൽ ത്രെഡ്. 3 തരത്തിലുള്ള ടാപ്പുകൾ ഉള്ള പോലെ തന്നെ ഡൈയിന്റെ ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പഠിച്ചു വെക്കുക. ഡൈകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഡൈ ഹാഫ് ഡൈ ആണ്. ഹാഫ് ഡൈസ് ആർ സ്ട്രോങ്ങർ ഇൻ കൺസ്ട്രക്ഷൻ. ദിസ് ഡൈസ് ആർ അവൈലബിൾ ഇൻ മാച്ചിങ് പെയർസ് ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ടുഗദർ. ഇവിടെ നോക്കിയേ, 2 പെയർ ആയിട്ടാണ് കണ്ടോ, 2 കഷ്ണമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡൈകൾ വരാറുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ്ങർ കൺസ്ട്രക്ഷൻ ആണുള്ളത്. മാച്ചിങ് പെയർ ആയിട്ട് അവൈലബിൾ ആവുന്ന ഡൈ ഏതാണെന്ന് ചോദിച്ചാൽ, മാച്ചിങ് പെയർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 2 പീസ് ആയിട്ടാവും എന്തുണ്ടാവുക, ഹാഫ് ഡൈകൾ അവൈലബിൾ ആവും. മാച്ചിങ് പെയർസ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഡൈ ഏതാണ്, ഹാഫ് ഡൈ ആണ് എന്ന് പഠിച്ചു വെക്കുക.
നമ്മളിപ്പോ കണ്ട ഹാഫ് ഡേയേക്കാൾ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിയുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡേയിനെയാണ് നമ്മൾ അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡേ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡേയില് കൂടുതൽ എന്താ പറയുക, ഹാഫ് ഡേയേക്കാൾ എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് നമ്മളുടെ ഡെപ്ത് ഓഫ് ത്രെഡും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡേയിനെയാണ് നമ്മൾ എന്ത് പറയുക, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡേ എന്ന് പറയുക. മറ്റൊരു ഡേ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താ, സർക്കുലർ ഡേ അല്ലെങ്കിൽ ബട്ടൺ ഡേ എന്ന് പറയുന്ന ഒരു ഡേയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ, ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത്തരം സ്ഥലങ്ങളിലും ത്രെഡ് കട്ട് ചെയ്യാൻ വരുന്ന ഡൈകളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സർക്കുലർ ഡേ അല്ലെങ്കിൽ ബട്ടൺ ഡേ എന്ന് പറയുന്നത്. അപ്പൊ ഡൈ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ, എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർക്കുലർ ഡേ അല്ലെങ്കിൽ ബട്ടൺ ഡേ ഉണ്ട്, ഹാഫ് ഡേ ഉണ്ട്, അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡേയും ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ചിത്രത്തിൽ കാണുന്ന ടൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എന്താ ഈ ചിത്രത്തിൽ കാണുന്ന ടൂൾ എന്ന് പറയുന്നത്, എന്താണ്, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആണ് അല്ലെ. ചിത്രത്തിൽ കാണുന്ന ടൂൾ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ എന്ന് പറയുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് വളരെ കൃത്യതയാർന്ന അളവുകൾ എടുക്കുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൈക്രോമീറ്ററിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is used to ensure a uniform pressure between the measuring surface in an outside micrometer? മെഷറിംഗ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിൻഡിലിന്റെ എൻഡിലും ആൻവിലിന്റെ എൻഡിലും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്ക് പീസിന് എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിപ്പിക്കുന്നത്. വർക്ക് പീസിന് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ നീല കളർ ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്ത പോലെ വർക്ക് പീസ് നമ്മൾ ഇങ്ങനെ പിടിപ്പിക്കും. എന്നിട്ട് നമ്മൾ ഈ തിമ്പിള് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നതാവുക, ഈ സ്പിൻഡിൽ ഇങ്ങനെ മുന്നിലോട്ട് നീങ്ങുന്നുണ്ടാവും. ഈ തിമ്പിള് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ സ്പിൻഡിൽ ഇങ്ങനെ മുന്നിലോട്ട് നീങ്ങി വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള പ്രഷർ മാക്സിമം ആവരുത്. കാര്യം എന്താ, ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ള പോയിന്റ്, ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുമ്പോഴുള്ള അളവാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത്. നമ്മൾ ഈ തിമ്പിൾ ഇങ്ങനെ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്ലാസ്റ്റിക്കിന്റെ അളവൊക്കെയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സ്പിൻഡിൽ ഉള്ളിലോട്ട് കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ മെഷറിംഗ് സർഫസിന്റെ ഇടയിലുള്ള യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, മെഷറിംഗ് സർഫസിന്റെ ഇടയിലുള്ള യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മെഷറിംഗ് സർഫസിന്റെ ഇടയിലുള്ള പ്രഷർ കൃത്യമാകുന്നതിന് വേണ്ടി, അതായത് ഓവറായിട്ട് പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വസ്തുവാണ് റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. മൈക്രോമീറ്റർ ഒക്കെ എല്ലാവരും ഉപയോഗിച്ചതായിരിക്കും. ഈ റാച്ചറ്റ് സ്റ്റോപ്പ് നമ്മളിങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടച്ചായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞിട്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അതായത് ആ ടിക് ടിക് എന്ന് പറയുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താ, ഇവിടെ കൃത്യമായിട്ട് ടച്ച് ആയി നിൽക്കുന്ന പോയിന്റ് നമുക്ക് ലഭ്യമായി. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ടച്ച് ആയി നിൽക്കുന്ന പോയിന്റ് ലഭ്യമായി. ഇനി തിമ്പിൾ തിരിക്കേണ്ടതില്ല. അതിന്റെ അർത്ഥമാണ് ഈ റാച്ചറ്റ് സ്റ്റോപ്പ് എന്നതിന്റെ സൗണ്ട്, ടിക് ടിക് എന്ന് പറയുന്ന ആ സൗണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഈസ് യൂസ്ഡ് ടു എൻഷുർ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ മെഷറിംഗ് സർഫസ്? മെഷറിംഗ് സർഫസിന്റെ ഇടയിൽ യൂണിഫോം പ്രഷർ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ.